അതിന്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മെഡിക്കൽ എടുത്തപ്പോൾ ഒരു കുഴപ്പമില്ല ആൾക്ക്. വീട്ടിൽ നിന്ന് പോയിട്ട് കുറേ ആളുകളായില്ലേ, അപ്പോൾ ഇവരിങ്ങനെ കുണ്ടത്തികൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അതെ, അങ്ങനെയുള്ള പരിപാടിക്ക് പോകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം ഭാര്യ അതിനുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു അബദ്ധം വരുന്നതിനോട് പറഞ്ഞപ്പോൾ അത് തുറന്നു പറയാൻ പാടില്ല. അയൽവാസിയെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ അയൽവാസിയുടെ ഭാര്യനെയല്ല സ്നേഹിക്കേണ്ടത്. 60 വയസ്സിന് മുകളിലുള്ള ആളാണ്. അത് തന്നെയല്ല, പ്രതിരോധ ശേഷി ഇല്ലാതെ വരികയാണ്. ഈ 1 മാസം മരുന്ന് കഴിയുമ്പോൾ തന്നെ കക്ഷി കുറഞ്ഞു. അദ്ദേഹം മുമ്പ് വേറെ ചികിത്സകളൊക്കെ നടത്തിയിരുന്നോ? ഇഷ്ടം പോലെ നടത്തിയിട്ടുണ്ട്, ഇഷ്ടം പോലെ. അമേരിക്കയിൽ ചെറുപ്പക്കാർ പിള്ളേർ പോകുമ്പോൾ അവിടെ ചെറുപ്പക്കാർ കുട്ടികളുണ്ടാവും. അതെ, അവർ കൂടെ പോകരുത്. കാരണം അത് തീർത്താ തീരാത്ത കാര്യങ്ങളും പിന്നെ ഭാര്യയും കൊണ്ട് കൊടുക്കും. ഒരു വിദ്യ പഠിക്കണേ വിഷവിദ്യ പഠിക്കണം, വിഷവിദ്യ പഠിക്കണേ വിഷമിദ്യ പഠിക്കണം. അത് ഗുരുവിനോട് പഠിക്കണം. ഈ രോഗം എനിക്കുണ്ടെന്ന് ആരോടെങ്കിലും പറയോ? അവൻ്റെ ഇഷ്ടാനുസരണം പോകുന്നതാണ്. ആ ഭാഗത്ത് ആർക്കാണ് എന്താണ് നമ്മൾ പരിശോധിച്ചിട്ടല്ലല്ലോ കാര്യം നടത്തുന്നത്. പല ആൾക്കാരിൽ കൂടിയാണെങ്കിൽ ആ ബ്ലഡിൻ്റെയും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അക്ഷരം വിപ്രസേന താമ്പൂലം പാരിസേന എന്നാണ് പറയുന്നത്. ഭാര്യ കൊടുക്കുന്ന ഭക്ഷണവും മറ്റൊരു സ്ത്രീ കൊടുക്കുന്ന ഭക്ഷണവും ശരിയാവോ? അപൂർവങ്ങളിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് വനാന്തരങ്ങളിൽ പോയി എടുക്കണം. എറണാകുളം വൈപ്പിങ്ങരയിലാണ് ഒരു ക്യാൻസർ മാറ്റിയത്. അതൊരു വെളിച്ചപ്പാടിനാണ്. വലിയ വലിയ ആസ്പത്രിക്കാര് കൊട്ടേഷൻ കൊടുത്തിട്ട് എന്നെ പോലുള്ള വൈദ്യന്മാരെ അവരില്ലായ്മ ചെയ്തു വരികയാണ്.